അപ്പം ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മളെ നാട്ടിലെ മഞ്ചേരിക്കടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മഞ്ചേരിക്കാർക്കൊക്കെ ആസ്വദിച്ച് ആർമാദിച്ച് കുളിച്ച് പോകാനുള്ള ഒരു പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണ് അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് പോകണ വഴി. റബ്ബർ തോട്ടത്തൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കാഴ്ച നല്ല ഗംഭീര കാഴ്ചയാണ്. പിന്നെ മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. അപ്പോൾ വേനൽക്കാലത്ത് എല്ലാ സമയത്തും ഇവിടെ വെള്ളച്ചാട്ടം വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. മഴക്കാലത്ത് മാത്രം ഉള്ളൊരു കാഴ്ചയാണ് ഇത്. ആ കാഴ്ച ഗംഭീര കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ വള്ളം ചാടുന്നതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മളതിന് മുകളിലേന് കേട്ടോ, ഇപ്പോൾ ഏറ്റവും അടിയിലെത്തി. ഇതാണ് പുല്ലഞ്ചേരിയിലെ വാട്ടർഫാൾസ്. കണ്ടു, യൂണിവേഴ്സിറ്റി വാട്ടർഫാൾസ്. മഴ നല്ല തകൃതിയായി പെയ്താണ്ടല്ലോ ഇതിൻ്റെ ശക്തി ഒന്നും കൂടി കൂടും. കാരണം അത്രയും പവറിലാണ്. ഇതിൻ്റെ മുകളിലൊരു കുളം, നല്ലൊരു അടിപൊളി വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നും ആ കുളം പിന്നെ അതേമാതിരി അപ്പുറത്തൊരു കോറി മലയാണ്. ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഇത് കീപ്പോട്ട് ഇങ്ങനെ ചെറിയ നീർച്ചാലായിക്കാണ്ട് വന്ന് ഈ പാറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഫാൾസ് ആയിക്കാണ്ട് വലിയൊരു വാട്ടർഫാൾസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ കാണാൻ നല്ല ഗംഭീര കാഴ്ച, നല്ല രസമാണ്. പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മളെ വോയിസ് ഒന്നും കേൾക്കണില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവറായി കൊടുക്കുന്നത്. ഏതായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. ഇതിൻ്റെ റോട്ടിൽ ഏകദേശം കുറച്ച് ഉയർത്തി നിന്ന് കഴിഞ്ഞാൽ റൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് ചാടുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തെത്തണം എന്നുണ്ടെങ്കിൽ താഴത്ത് കുറച്ചും കൂടി ഒരു 100 മീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തൂടെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാലാണ് ഇവിടേക്ക് ഈ താഴെ ഭാഗത്തേക്ക് എത്തുക. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മഞ്ചേരി പുല്ലഞ്ചേരി വേട്ടക്കൂട്. പുല്ലഞ്ചേരിക്ക് ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ എങ്ങനെ ചോദിച്ചാലും പറഞ്ഞൊരു വേട്ടക്കൂട് അല്ലെങ്കിൽ പുല്ലഞ്ചേരി അടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്താനുള്ള റൂട്ട് കറക്റ്റ് അറിയാം. ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഈ സംഗതി നോക്കിയാൽ തന്നെ കാണും. പിന്നെ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവുന്ന പ്രതീക്ഷ ആരും വരുമൊന്നും വേണ്ട. മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്നൊരു പ്രതിഭാസമാണിത്. സംഭവം അടിപൊളിയാണ്, കിടിലാണ്. അത്ര വലിയ ഡേഞ്ചറും കാര്യങ്ങളൊന്നും ഇല്ലാണ്. നല്ല മഴയ്ക്കുള്ള സമയത്ത് ഡേഞ്ചർ ഉണ്ടല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്. എന്നാലും അത്ര ഡേഞ്ചറൊന്നുമില്ല. എങ്കിലും ശ്രദ്ധിക്കുക. കാരണം പാറയൊക്കെയല്ലേ, വെള്ളമൊക്കെ വെള്ളമാകുമ്പോൾ വഴിക്കണ സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ മഞ്ചേരിക്കാറ്റ് സ്വന്തമായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. മഞ്ചേരിക്കറ്റിൻ്റെ മുന്നേ വേറെ വെള്ളാരങ്കല്ല് വെള്ളച്ചാട്ടം ഉണ്ട്. അത് ഇതേമാതിരി ഒരു കിടലും വൈബുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടേക്കൊന്ന് വരുമ്പോൾ ആരും വേസ്റ്റും കാര്യങ്ങളും കൊണ്ടാതെ ഇരിക്കുക. കാരണം ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയിലൂടെ അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണ് ഈ സംഗതി ഒഴുകി പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഇത് റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. ഇത് പിന്നെ നേരെ താഴെ ഭാഗത്തേക്ക് ഒന്നായിട്ട് പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നാട്ടവിടെ ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു കിടിലൻ വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും സ്റ്റേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് വിജയിപ്പിക്കുക, ലൈക്കൊക്കെ അടിച്ച് വിജയിപ്പിക്കുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും സ്റ്റേ.